നമുക്ക് ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായി ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ FEG യിൽ നിന്നോ അതിന് താഴെയുള്ള ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നോ മാർക്കറ്റ് കയറി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും അതിന്റെ ടാർഗറ്റ് അന്ന് 2 ടാർഗറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. താഴോട്ടേക്ക് ഇറങ്ങി വരവ്, അതുപോലെ തന്നെ മുകളിൽ പോയുള്ള ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ആദ്യത്തെ ടാർഗറ്റ്, രണ്ടാമത്തെ ടാർഗറ്റ് ഇതെല്ലാം ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രേഡ്വുഡിന്റെ പ്രീ മാർക്കറ്റ് അനാലിസുകൾ നോക്കിയാൽ കാണാം നമ്മുടെ അക്യുറസി വളരെ കൂടുതലാണ്. ഒരുപക്ഷെ 99% ഒക്കെ അടുത്ത് അനാലിസിസുകൾ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ്വുഡുമായി ബന്ധപ്പെടാം. ഇനി നമുക്ക് ഇന്നത്തെ BTCയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. വൺ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇന്നലത്തെ ഒരു ക്യാൻഡലിന്റെ ഒരു പവർ നോക്കിയാണ് വളരെ സ്ട്രോങ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ട് കയറി പോയിട്ടുണ്ട്. ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങിയ ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ്. സോ എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാവുന്നതാണ്. അതിനു മുന്നേ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം മാർക്ക് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെക്കുന്ന മറ്റൊരു കാര്യം ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ 2 ഏരിയകൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 റെസിസ്റ്റൻസ് ഏരിയയും 2 സപ്പോർട്ട് ഏരിയയും മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴത്തു തന്നെ തുടങ്ങാം. അതിൽ ആദ്യത്തെ സപ്പോർട്ട് ഏരിയയുടെ പ്രൈസ് റേഞ്ച് 99,940, അതുപോലെ തന്നെ 100,986. അടുത്ത സപ്പോർട്ട് റേഞ്ച് 101,819, അതുപോലെ 102,632. ഇനി റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 104,872, അതുപോലെ 104,279. അടുത്ത റെസിസ്റ്റൻസ് ഏരിയ 100,07,260, അതുപോലെ 100,09,133 ആണ്. ഈ 100,09,133 എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ആണ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട് 50 മിനിറ്റ്സിന്റെ. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 100,03,274 ആൻഡ് 100,02,765. ഇതാണ് 50 മിനിറ്റ്സിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. 50 മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം ഒരു അപ് ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. അപ് ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്നത്. അത് ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷൻ എടുക്കുകയാണ്, നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുകയാണ്. ഈ ഒരു റേഞ്ചിനെ, അതായത് റെസിസ്റ്റൻസ് റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ ഒരു നല്ലൊരു എൻട്രി സാധ്യത ഉണ്ട്. അതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലിലേക്ക് എത്താം. അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം ഒരു ഹൈനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ആ ഒരു ഹൈ ഒരു പക്ഷെ ചിലപ്പോൾ എടുത്തതിന് ശേഷം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഹൈനെ പ്രൈസ് റേഞ്ചും ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. 105,700 ആണ് ഹൈ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു എൻട്രി സാധ്യത. ഇനി രണ്ടാമത്തെ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആണ്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ലൈനിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ്. കൺഫർമേഷൻ കിട്ടിയിട്ട് വരുന്ന റീടെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിലേക്ക് വരാം. ആ റെസിസ്റ്റൻസ് വീണ്ടും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ കുറച്ചു നേരം നിന്നിട്ടായിരിക്കും ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ടാർഗറ്റ് വരുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം നിന്നതിന് ശേഷം താഴോട്ടേക്ക് നല്ലൊരു ബ്രേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കീ ഏരിയ ആണ്. അപ്പൊ ഈ കീ ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും മുകളിലോട്ട് വരാം. മുകളിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ 50 മിനിറ്റ്സിന്റെ സപ്പോർട്ട് ഏരിയയുടെ മുകളിലോട്ട് വന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ബൈ എൻട്രി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു ലെവൽ കാണുന്നത്. ഇനിയിപ്പോ കുറച്ച് ഫാറായിട്ട് ടാർഗറ്റ് വരിക എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഏരിയ, ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവലും കൂടി ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നിരുന്നാലും പ്രൈസ് റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് നല്ലൊരു റിയാക്ഷനോ ബ്രേക്കോ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈയോ സെല്ലോ എടുക്കാൻ സാധ്യത കൂടുതലുള്ള, അല്ലെങ്കിൽ ബൈയോ സെല്ലോ കിട്ടാൻ സാധ്യത കൂടുതലുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഏരിയാസിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നെല്ലാം നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ
ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.